ക്രിസ്ത്യാനികളും ഭൂമിയും ഭാരതവും. താല്പര്യമുള്ളവർക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു പുതിയ ഭീതി, പുതിയ ഭൂതി, പുതിയ ഒബ്സഷൻ ഭാരതത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രക്രിയ ആരംഭിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഇത് സംബന്ധമായി പ്രാഥമികമായ ചില ചിന്തകൾ ഏവരുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് കരുതുകയാണ്. ഇന്ന് പത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ ഇംഗ്ലീഷ് പത്രങ്ങളിലാണ് ഇത് കണ്ടത്, കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ തലയെടുപ്പുള്ള നേതാവെന്ന് സങ്കല്പിച്ചു വച്ചിരിക്കുന്ന KC വേണുഗോപാലുമൊക്കെ RSSൻ്റെ പത്രമായ ഓർഗനൈസറിൽ വന്ന ഒരു ലേഖനത്തെ ആസ്പദമാക്കി സംഘപരിവാർ ഇനിയും ക്രിസ്ത്യാനികളുടെ ഭൂമി നോട്ടം വച്ചിരിക്കുകയാണ്. അത് കുത്തിക്കൊണ്ടുപോകാൻ ഏത് സമയത്തും ഒരു ശ്രമം നടത്തും എന്നത് അടിവരയിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ. ഇത് സംബന്ധമായിട്ടുള്ള ഭീതി പതുക്കെ ക്രിസ്തീയ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് ചിലരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി നാം എന്താണ് ചിന്തിക്കേണ്ടത്, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം. എനിക്ക് ആദ്യമായി എവരോടും പറയാനുള്ളത്, ക്രിസ്തുമതത്തിൻ്റെ സ്ഥിരകേന്ദ്രമെന്ന് പറയുന്നത് യേശുക്രിസ്തു ആണല്ലോ. അതിലെങ്കിലും നമുക്ക് ഒരു അഭിപ്രായ ഐക്യമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ലോകത്തിലെ വസ്തുവകകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കാഴ്ചപ്പാടാണ് യേശുവിനുണ്ടായിരുന്നത് എന്നത് വളരെ വ്യക്തമാണ്. തലചായ്ക്കാൻ ഇടമില്ലാത്തവനായി, അതേസമയം തന്നെ ലോകത്തിലുള്ള എല്ലാ അശരണരായ ആളുകളെയും തന്നിലേക്ക് ആഹ്വാനം ചെയ്ത് അവർക്ക് വിശ്രമം കൊടുക്കാനായി ശ്രമിച്ച ഒരു അത്ഭുത പ്രതിഭാസമായിരുന്ന യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം എന്ന് സങ്കല്പിച്ചു വച്ചിരിക്കുന്ന ക്രിസ്തുമതം, അതിൻ്റെ സംരക്ഷകരായി അവിടെയും ഇവിടെയും എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്ന സഭകൾ, ഈ സഭകളുടെ ചുക്കാൻ പിടിക്കുന്ന സഭാ നേതാക്കന്മാർ, ഇവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ ദൈവമില്ലെങ്കിലും കുഴപ്പമില്ല, യേശു ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഭൂമി വേണം, സ്വത്ത് വേണം, പിന്നെ രാഷ്ട്രീയ സ്വാധീനം വേണം. ഇങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. തിരിച്ചറിയാത്തവരായ അനേകം ആളുകളുണ്ട് എന്നും ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ ഓർഗനൈസറിൽ വന്ന ഈ ലേഖനത്തിൽ പറയുന്നത്, ഭാരതത്തിൽ കത്തോലിക്ക സഭയ്ക്ക് തന്നെ 170 മില്യൺ ഏക്കേഴ്സിൻ്റെ ഭൂമിയുണ്ട്. ഇമ്മിണിയൊന്നുമല്ല, 170 മില്യൺ ഏക്കർ ഭൂമിയുണ്ട്. ആർക്കുണ്ട്? കത്തോലിക്ക സഭയ്ക്കുണ്ട്. ഇത് ആധികാരികമായ കണക്കാണോ അല്ലയോ എന്നെനിക്കറിയില്ല. ഞാൻ ഓർഗനൈസിൽ വന്ന ലേഖനത്തെ ആസ്പദമാക്കി ഇംഗ്ലീഷ് പത്രങ്ങൾ ഇന്ന് പുറപ്പെടുവിച്ച റിപ്പോർട്ടിനെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. അത് ഏതാണ്ട് 20,000 കോടി രൂപ വിലമതിക്കുന്ന ഭൂസ്വത്താണ് ഒരൊറ്റ സഭയുടെ കയ്യിലിരിക്കുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതങ്ങനെയാണോ അല്ലയോ എന്നത് ആധികാരികമായി വെളിപ്പെടുത്തേണ്ടത് കത്തോലിക്ക സഭയാണ്. അതിന് ചുമതലയുള്ളവർ ഇതിനെപ്പറ്റിയുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്ന് വെളിപ്പെടുത്തുമെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഗോപ്യമായിട്ടാണ് വെച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഞാൻ ചേർന്ന് നിന്ന ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡൽഹി ഡയസിസ്, അതിൻ്റെ ഈ ഭൂസ്വത്തുക്കൾ എന്താണ് എന്നതിൻ്റെ ലിസ്റ്റ് കണ്ടുപിടിക്കാനായി നന്നേ ശ്രമിച്ചു. ഞാൻ ആ ശ്രമം നടത്തുന്നുവെന്നറിഞ്ഞപ്പോൾ സഭ എനിക്കെതിരെ വാളെടുത്തു. കാരണം ഇത് ചില ആളുകൾ മാത്രം കയ്യിൽ വെച്ചിരിക്കുന്നതും അവരുടെ മാത്രം സൗകര്യത്തിനും പ്രയോജനത്തിനും വേണ്ടി ഉപയോഗിക്കുന്നതുമായ സ്വകാര്യ സ്വത്താണ്. എനിക്കറിയാവുന്ന സത്യം പറഞ്ഞാൽ
1970 ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടത്. അന്ന് ഡൽഹി ഡയസിസിനുണ്ടായിരുന്ന വസ്തുവകയുടെ 1/5 പോലും ഇന്നില്ല. 4 ഭാഗവും കാലാകാലങ്ങളിൽ ബിഷപ്പന്മാരും അവരുടെ കിങ്കരന്മാരും വിറ്റ് അവരുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് സഭയ്ക്കോ ക്രിസ്ത്യാനികൾക്കോ വിശ്വാസികൾക്കോ കാര്യമായ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്നും ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയെ പറ്റിയുള്ള ഒരു കണക്ക് എൻ്റെ ശ്രദ്ധയിൽ 2 വർഷത്തിന് മുമ്പ് പെട്ടത്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യക്ക് ഏതാണ്ട് 3 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന വസ്തുവകകളുണ്ട്, ലാൻഡഡ് പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതങ്ങനെയാണോ അല്ലയോ എന്ന സിനഡ് വെളിപ്പെടുത്തട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാര്യം നാം വ്യക്തമായി ധരിക്കണം. യേശു നിർദ്ദേശിച്ച അച്ചടക്കത്തിൽ നിന്ന് വളരെ വളരെ അകന്നാണ് സഭകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു, അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വൃഥ നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ വൃഥ കൊടുക്കണം. ഒന്നും പ്രതിഫലമായി പറ്റരുത്. നിങ്ങൾ ഭൂമിയിൽ സ്വത്ത് സ്വരമിക്കരുത്, അത് നിങ്ങൾക്ക് വിനയായിത്തീരും എന്ന യാതൊരു സംശയത്തിനും മാർജിനില്ലാതെ വ്യക്തമായി ശക്തമായി യേശു പഠിപ്പിച്ചുവെങ്കിലും എല്ലാ സഭകളും അവരുടെ നേട്ടമായി കണക്കാക്കുന്നത്, സഭകളിലെ അംഗങ്ങൾ സഭയുടെ മിടുക്കെന്ന് പരിഗണിക്കുന്നത് ആ സഭയ്ക്ക് എത്രമാത്രം ഭൗതികമായ സ്വത്തുണ്ട് എന്നതാണ്. എന്ന് മാത്രമല്ല, ആ സ്വത്തിൻ്റെ കൊഴുപ്പ് എപ്രകാരം സഭാ നേതൃത്വം ലോകത്തിൻ്റെ കണ്ണിൽ പെടത്തക്കവണ്ണം അവതരിപ്പിക്കുന്നുണ്ട് എന്നത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ഈ ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ അവഗണിക്കാൻ സാധ്യമല്ല. ഇവിടെ പ്രത്യേകമായ ഒരു വിവാദ വിഷയമായി വരുന്നത്, ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടപ്പോൾ അന്ന് നിലനിന്നിരുന്ന സഭകൾക്കും സഭാ സംബന്ധമായ സ്ഥാപനങ്ങൾക്കും ഭൂമി, നല്ല കണ്ണായ ഭൂമി എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ലീസിലാണ് കൊടുക്കുന്നത്. 99 വർഷത്തെ ലീസിലാണ് ഈ കണ്ണായ ഭൂമികൾ പലയിടത്തും നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഡൽഹിയിലെ സിയനെ കത്തീഡ്രൽ ഇരിക്കുന്നത് രാഷ്ട്രപതി ഭവൻ്റെ തൊട്ടടുത്താണ്. അതൊരു 2 ഏക്കറോളം വരും. അവിടെ 2 ഏക്കർ ഭൂമിയെന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാണ് നാം വില നിശ്ചയിക്കേണ്ടത്? രാഷ്ട്രപതി ഭവൻ്റെ തൊട്ടടുത്താണ്. അപ്പം അങ്ങനെയുള്ള കണ്ണായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളെപ്പറ്റി ന്യായമായും ഒരു വലിയ അമർഷം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒരു കുറഞ്ഞ പക്ഷം 50 വർഷം കൊണ്ടെങ്കിലും ഈ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് നന്നേ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 30-35 വർഷത്തോളം ഇൻ്റർ റിലിജിയസ് മൂവ്മെൻറ്റ്സിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് മറ്റുള്ള മതങ്ങളിലെ നേതാക്കന്മാരുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഞങ്ങളുടെ സംഭാഷണ മധ്യത്തിൽ പലപ്പോഴും പൊന്തുവന്നിട്ടുള്ളൊരു പ്രശ്നം, ക്രിസ്ത്യാനികൾക്ക് എല്ലാ പട്ടണങ്ങളിലും കണ്ണായിടത്ത് നല്ല ഭൂമിയുണ്ട്, അവർക്ക് വലിയ വലിയ സ്വത്തുണ്ട് എന്നതിനെപ്പറ്റി അല്ലാത്ത സാധാരണ സാഹചര്യത്തിൽ വളരെ ആദർശപരമായി ചിന്തിക്കുന്ന ഇതര മത നേതാക്കന്മാർ ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ ക്രിസ്തീയ സഭകളോടും ക്രിസ്തീയ സമൂഹത്തോടും വളരെ അമർഷത്തോടുകൂടെ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളതെന്നതിന് ഞാൻ സാക്ഷിയാണ്. ഇത് നാം തിരിച്ചറിയണം. മറ്റുള്ളവരുടെ കണ്ണിൽ ഭൗതികമായ സ്വത്ത്, അർഹിക്കാത്ത സ്വത്ത് കൈവശം വെച്ച് അതിൻ്റെ കൊഴുപ്പ് കൊണ്ട് രാഷ്ട്രീയമായ സ്വാധീനം ഉണ്ടാക്കുകയും നിയമത്തിന് അതീതരാണ് ഞങ്ങളെന്ന വിധത്തിൽ ജീവിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വളരെ അപകടം വിളിച്ചു വരുത്തുന്നതാണ് എന്ന് ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കെന്ന പോലെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പക്ഷേ ഞാനിത് പറയും തോറും എന്നെ ശത്രുവായി കാണുകയും കഴിയുമെങ്കിൽ എൻ്റെ ശബ്ദം, എൻ്റെ വായ അടച്ചു കളയാൻ ശ്രമിക്കുകയുമാണ് സഭാ നേതൃത്വങ്ങൾ, എല്ലാ സഭകളുടെ നേതൃത്വവും ചെയ്തിട്ടുള്ളത് എന്നത് വളരെ വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട്
ഇതിന് ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. എനിക്ക് പ്രധാനമായും എന്നെ ശ്രമിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളോട് 2 കാര്യമാണ് പറയാനുള്ളത്. 2 കാര്യമാണ് തൽക്കാലം. അനേക കാര്യങ്ങൾ പറയാനുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാഥമികമായി ഞാൻ ഇവരുമായി പങ്കിടാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, ചരിത്രം നമ്മെ അറിയിക്കുന്ന വളരെ വ്യക്തമായ ശ്രദ്ധേയമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? ഭൗതികമായ സ്വത്ത് വർദ്ധിക്കും തോറും സഭ ദൈവത്തിൽ ആശ്രയിക്കുന്ന അച്ചടക്കത്തിൽ നിന്ന് വഴുതിപ്പോകുകയും ഭൗതികമായ മർമ്മങ്ങളെയും തന്ത്രങ്ങളെയും മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആത്മാർത്ഥതരഹിതവും ആത്മീയത തൊട്ടു തെച്ചിട്ടില്ലാത്തതുമായ കാഴ്ചപ്പാടിലും പ്രവർത്തന രീതിയിലും ലൗകിക ലക്ഷ്യങ്ങളിലും മുഴുകി അതിനടിമപ്പെട്ട് ജീവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് ചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട അടിസ്ഥാനപരമായൊരു ചോദ്യമുണ്ട്. ഈ ഭൗതികമായ സ്വത്ത് സഭയുടേതാണ് എന്ന് പറഞ്ഞ് അത് അള്ളിപ്പിടിച്ച് വച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും ആത്മീകമായ നേട്ടമുണ്ടോ, അർത്ഥമുണ്ടോ, ആത്മീകമായി ഇതിനെ ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ വസ്തു നമ്മുടെ കയ്യിൽ വച്ചിരിക്കുന്നത് കൊണ്ട് ആർക്കാണ് പ്രയോജനം, എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ ആർക്കാണ് ഇതുകൊണ്ട് അപകടം, എന്താണ് അപകടം എന്നതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ഒരു തുറന്ന സംവാദമുണ്ടാകണം. വ്യക്തമായ ധാരണകൾ രൂപീകരിക്കപ്പെടണം. നമുക്കതിനെപ്പറ്റി ഒരു വസ്തുനിഷ്ഠമായ നിലപാടുണ്ടാകണം. അതില്ലാത്തിടത്തോളം കാലം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നടപടി ഉണ്ടാകുക എന്നത് അനിവാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും, നാളെ ഇല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാകും, സംശയിക്കേണ്ട. ആ സമയത്ത് ജനങ്ങളെ അനാവശ്യമായി തെരുവീതിയിൽ ഇറക്കുകയും അവരെ തല്ലുകൊള്ളിക്കുകയും ചെയ്യുന്ന ഈ പുരോഹിത വർഗത്തിൻ്റെ എക്കാലത്തും അവർ പ്രയോഗിച്ചുകൊണ്ടിരുന്ന മർമ്മത്തിന് പാവപ്പെട്ട ആളുകൾ ഇരയാകുകയും അവരുടെ കൈയും കാലും ഒടിഞ്ഞു പോവുകയും അവരുടെ ജീവൻ ഒടുങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള പരിപാടിക്ക് ദയവായി ദുരുപയോഗം ചെയ്യപ്പെടേണ്ടതിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നൊരു എളിയ ഒരു അപേക്ഷ എനിക്കുണ്ട്. നാം ഇപ്പോൾ നമ്മുടേത് എന്ന് അവകാശപ്പെടുന്ന ഭൂമി, അതിലൊരു വലിയ ഭാഗം, എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു വലിയ ഭാഗം ഇപ്രകാരം നിയമപരമായ പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വസ്തുവാണ്. ഇപ്പോൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഞാൻ അധ്വാനിച്ച 46 വർഷം സേവിച്ച സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിന് നിൽക്കുന്നത് 33.5 ഏക്കർ ഭൂമിയിലാണ് ഡൽഹിയിൽ. ആ 33.5 ഏക്കർ ഭൂമിയും സർക്കാരിൻ്റെ ഭൂമിയാണ്. അത് ഈ ലോങ് ലീസ് എന്ന് പറയും, ദീർഘപാട്ടത്തിന് നൽകിയതാണ്. അപ്പോൾ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഒന്നിൽ പുതുക്കി തരുവാനോ അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കുവാനോ ഉള്ള അവകാശം സർക്കാരിനുണ്ട്. നമ്മളത് 99 വർഷം കൈകാര്യം ചെയ്ത് കൈവശം വെച്ച് ഉപയോഗിച്ചു എന്നതുകൊണ്ട് അത് ഉടമസ്ഥാവകാശമായി കാണുന്നത് ശരിയല്ല, നിയമപരമായി സാധൂകരിക്കാവുന്നതല്ല. എന്നാൽ മഹനീയമായ രാഷ്ട്രത്തെ സേവിച്ച ഒരു നല്ല സ്ഥാപനം നിൽക്കുന്ന ഭൂമിയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്തിന് നൽകിയ സ്തുത്യർഹമായ സേവനത്തെ പരിഗണിച്ച് ആ ഭൂമി തുടർന്നും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഉപയോഗിക്കത്തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുന്നത് സർക്കാരിൻ്റെ മര്യാദയാണ്. അങ്ങനെ ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാൽ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ആ ഭൂമി കൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചാൽ അത് ക്രിസ്തീയ സമൂഹത്തോട് ചെയ്യുന്ന അപരാധമാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ പറയുന്നത് മണ്ടത്തരമാണ്, നിയമപരമായി സാധൂകരിക്കാവുന്നതല്ല. ഇതാണ് നമ്മുടെ പലയിടങ്ങളിൽ. ഇപ്പോൾ ഡൽഹി YMCA നിൽക്കുന്നത് കണ്ണായ ഭൂമിയാണ്, വളരെയധികം ഭൂമിയിൽ. അതും ഇപ്രകാരം ലീസിലാണ്. തിരുവനന്തപുരം YMCA അങ്ങനെയാണ് നിൽക്കുന്നത്. കൊല്ലത്ത് YMCA നിന്ന ഭൂമി സർക്കാർ തിരിച്ചെടുത്തു. കാരണം അതാണ്, അത് ക്രിസ്തീയ സമൂഹത്തോട് കാണിക്കുന്ന അപരാധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങളൊരു വീട് വാടകയ്ക്കെടുത്തു, 5 വർഷം നിങ്ങൾക്ക് വാടക തന്നു. 5 വർഷം കഴിയുമ്പോൾ വീട്ടുടമൻ പറയുകയാണ്, ഇനി ഈ ലൈസൻസ് പുതുക്കാൻ എനിക്ക് താല്പര്യമില്ല,
5 വർഷം ഓരോ വർഷവും പുതുക്കി 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 നിങ്ങൾക്ക് ഈ വീട് തന്നപ്പോഴേ പറഞ്ഞാണ് 5 വർഷം കഴിഞ്ഞ് വീട് തിരിച്ചു തരണം. അപ്പോൾ പറയണില്ല, ഞാനിവിടെ 5 വർഷം താമസിച്ചത് ഇത് എൻ്റെ വീടാണ്, താൻ പോയി പണി നോക്കെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ആ ലൈസൻസ് ഡീഡ് പുതുക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള ഏക അവകാശം വീട്ടുടമസ്ഥനാണ്. നിയമം അനുസരിച്ച് നോക്കുമ്പോൾ ഭാരതത്തിലെ എല്ലാ ഭൂമിയും സർക്കാരിൻ്റേതാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ലീസിൽ തന്ന ഭൂമി അത് ലീസ് പുതുക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സർക്കാരിന് മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അതിൻ്റെ പുറകെ തെരുവിലിറങ്ങി ആരും തല്ലുകൊള്ളരുത് എന്ന ഒരഭിപ്രായം എനിക്കുണ്ട്. എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത്, നാം എല്ലാവരും വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ചിന്തിക്കണം. വിശ്വാസികളായ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ഭാരതത്തിലുണ്ട്, കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ നിങ്ങളുടെ സഭകൾ കൈവിൽ വെച്ച് അനുഭവിക്കുന്ന ഭൂമി സ്വത്ത് എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഉൾപ്പെട്ടിരുന്ന CSIക്കാരോട് ഞാൻ ചോദിക്കുകയാണ്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യക്ക് 3 ലക്ഷം കോടി, 100 കോടിയല്ല, 1000 കോടിയല്ല, 3 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന വസ്തുവകകളുണ്ട്, നിങ്ങൾക്കറിയാമോ? ഈ 3 ലക്ഷം കോടി വില വരുന്ന വസ്തുവകകളിൽ നിന്ന് എന്ത് വരുമാനമാണ് സഭ ഉണ്ടാക്കുന്നത്? അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം എവിടെയാണ് പോകുന്നത്? സഭയുടെ സന്ധിപ്പിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ ദിവസവും നിങ്ങളെ പിഴിഞ്ഞ് 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 പിരിവ് എടുത്തല്ലേ കൊണ്ടുപോകുന്നത്? നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ, ഇത്രയും വലിയ സ്വത്ത് നിങ്ങളുടെ കയ്യിൽ ഇരുന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ എന്താണ് കാൽപ്പണം ഉണ്ടാക്കാത്തത് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ചോദിക്കാതിൻ്റെ കാര്യം, ഇങ്ങനെ സ്വത്ത് ഉണ്ടെന്ന് പോലും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് ഇത് ഗോപ്യമായിട്ട് വെച്ചിരിക്കുന്നത്. എത്രയോ ഭൂമി നമുക്കറിയാം. ഇതിന് മുമ്പിലിരുന്ന CSIയിലെ ഒരു മോഡറേറ്റർ 42 ദിവസം ജയിലിൽ കിടന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട അഴിമതി ഏതാണ്ട് 1000 കോടി രൂപ അദ്ദേഹം ഉണ്ടാക്കിയെന്നുള്ളതാണ്. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ മുൻ മോഡറേറ്ററായ ഒരു ബിഷപ്പ് സിംഗ് ഉണ്ട്. അദ്ദേഹം ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലും ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കാണിച്ച ആരോപണമാണ്. അതിൽ കഴമ്പില്ലാതെ അകത്ത് കിടക്കത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ എൻ്റെ കൂടെ ബിഷപ്സ് കോളേജിൽ പഠിച്ച 2 ബിഷപ്പന്മാർ അഴിക്കുള്ളിലാണിപ്പോൾ. അവരെല്ലാം ഈ രോഗം കൊണ്ട് വന്നതാണ്. പണക്കൊതി കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആ പണക്കൊതി കൂടുതലും കേന്ദ്രീകരിച്ച് നിൽക്കുന്ന വസ്തുവിലാണ്. ഇതൊന്നും സാധാരണ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. എന്നാൽ അതേസമയം നിയമപരമായി ഏതെങ്കിലും ഭൂമി ഏറ്റെടുത്താൽ അത് ക്രിസ്ത്യൻ സമൂഹത്തോട് കാണിക്കുന്ന അക്രമമാണ്. അതുകൊണ്ട് എല്ലാവരും വന്ന് സഭയെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഒന്നും അറിയാൻ മേത്ത മൊണ്ണക്കുഞ്ഞാടുകൾ ഇറങ്ങി നിരത്തിപ്പോയി തള്ളുകൊള്ളും. ഇത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എനിക്ക് അവരോടും പറയാനുള്ളത്, നമ്മുടെ സഭകളുടെ കയ്യിൽ ഇത്ര ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന വസ്തുവുണ്ട്, അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് 20,000 കോടി വില മതിക്കുന്ന വസ്തുവുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു കത്തോലിക്ക വിശ്വാസിക്ക് എന്താണ് ഗുണം? ആർക്കും ഇതുകൊണ്ട് ഗുണമില്ലെങ്കിൽ, ഇത് അഴിമതിക്ക് മാത്രം വാതിൽ തുറക്കുന്നതാണെങ്കിൽ അത് നിലനിർത്തിയിട്ട് എന്താണ് കാര്യം? ഭൗതികമായ സമ്പത്ത് വർദ്ധിക്കുന്നത് കൊണ്ട് സഭയുടെ ആത്മീയമായ സംസ്കാരം മലീമസമാകുന്നുവെങ്കിൽ, സഭയിൽ ലൗകികമായ താല്പര്യങ്ങളും ആസക്തികളും വർദ്ധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളതെങ്കിൽ, ദൈവഭീതിയിൽ നിന്ന്, ദൈവത്തോടുള്ള സമർപ്പണത്തിൽ നിന്ന് സഭയും സഭയുടെ നേതൃത്വവും വഴുതിപ്പോകുന്നെങ്കിൽ, അതിന് മാത്രമേ ഈ ഭൗതികമായ സമ്പത്ത് കൂട്ടിവെച്ചത് നമ്മെ സഹായിക്കുന്നുള്ളതെങ്കിൽ, അതിൽ അള്ളിപ്പിടിച്ച് നിന്നിട്ട് എന്താണ് പ്രയോജനം? ആർക്കാണ് പ്രയോജനം? എന്തുകൊണ്ടാണ് ഒരു സഭയുടെ നേതൃത്വം സഭയുടെ അവകാശത്തിലിരിക്കുന്ന ഭൂമിയുടെ കണക്ക്, അതിൻ്റെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് ഒരു കണക്ക്, ഒരു ഉത്തരവാദിത്വം, ഒരു ട്രാൻസ്പെറൻസി ഇതിനെപ്പറ്റി ഇല്ലാത്തത്? ഇന്ന ഭൂമി ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിൽ ഇന്ന ഭൂമി ഇപ്രകാരമാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് വാർഷികമായി ഇന്ന വരുമാനം വരുന്നുണ്ട്. ഇത് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ? ഇത് ജനത്തിൻ്റെ സ്വത്തല്ലേ? ഇത് മെത്രാൻ കൂന്താലി കൊണ്ട് കിളച്ചുണ്ടാക്കിയതാണോ?
അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടുണ്ടാക്കിയ പൈസയാണോ? എനിക്കറിയാവുന്ന ഒരു CSI തിരുമേനി, അദ്ദേഹം ബിഷപ്പായ ഉടനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചുകൂട്ടി അദ്ദേഹത്തിന് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനായിട്ട് 25 ലക്ഷം രൂപയാണ് എഴുതിയെടുത്തത്. 25 ലക്ഷം രൂപ 3 വർഷം മുൻപ്. ആ 25 ലക്ഷം രൂപ ചിലവാക്കി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തതിൽ നിന്ന് ഒരു ഫ്രൂട്ടോ ഒരു ഡ്രാഗണെയോ അദ്ദേഹം ഇന്നുവരെ കാണിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ദയവായി മനസ്സിലാക്കുക, ഈ വലിയ വലിയ ഭൂസ്വത്തുക്കൾ കൈവശം വച്ചിരിക്കുന്നത് കൊണ്ട് ഭാരതത്തിലെയോ കേരളത്തിലെയോ ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരു പരിപ്പ് വട വാങ്ങിച്ച് തിന്നാനുള്ള ഗുണമില്ല, ഒരു കട്ടൻ കാപ്പി കുടിക്കാനുള്ള വകയില്ല. ഇതുകൊണ്ടുള്ള ഭീമമായ ലാഭവും ഗുണവും നിർലോഭം ആസ്വദിച്ച് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം താപ്പാനകളുണ്ട്. അവർക്ക് മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വത്ത് ആത്മീയമായ ശാപമാണ്, ശാപമാണ്, ശാപമാണ് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. നമ്മുടെ ഇടയിൽ നിന്ന് ദൈവഭയം 100% തിരോധാനം ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നാം ഇന്ന് ദൈവത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടം പോലെ ഭൂസ്വത്തുക്കളുണ്ട്, അല്ലാത്ത വരുമാനമുണ്ട്, സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോഴ വാങ്ങിച്ചിട്ടുള്ള വരുമാനമുണ്ട്, രാജാക്കന്മാരെ പോലെ ജീവിപ്പാനുള്ള സൗകര്യമുള്ള മെത്രാന്മാർ രാജാക്കന്മാരെ പോലെ തന്നെ പെരുമാറും. അവരുടെ മുമ്പിൽ നിങ്ങൾ പോയി നിന്നാൽ നിങ്ങൾ കൊതുകുകളാണ്, നിങ്ങൾ തെണ്ടികളാണ്. അങ്ങനൊരു അവസ്ഥയിലായിപ്പോയി. ഇത് ആത്മീയതയാണ്, ഇത് യേശുവിൻ്റെ മാർഗ്ഗമാണെന്ന് പറയുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ബാക്കി എന്ത് നിങ്ങൾ പറഞ്ഞോളൂ. അധോലോകത്തിൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞു, ഞാൻ കൈയടിക്കാം, ഞാൻ സ്വീകരിക്കാം. പക്ഷേ തലചായ്ക്കാൻ ഇടമില്ലാതെ സകല ജാതിയുടെയും പ്രത്യാശയായി മനുഷ്യജാതിയുടെ കണ്ണിൽ ഇന്നും അത്ഭുതമായി പരിവർത്തിക്കുന്ന നസ്രേനൻ്റെ യേശുവിൻ്റെ പേരിലാണ്, അവനോടുള്ള വിധേയത്വത്തിലാണ് ഞങ്ങൾ ഈ അക്രമം ചെയ്യുന്നത്, ഈ അനീതി കാണിക്കുന്നത്, ഈ വഞ്ചന കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അതുമാത്രം സ്വീകരിക്കാൻ പ്രയാസമാണ്. അതെനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നീതി ന്യായ ബോധത്തോടുകൂടെ ചിന്തിക്കുവാൻ, വാസ്തവികതയോടുകൂടെ ചിന്തിക്കാനുള്ള നട്ടെല്ല് കേരളത്തിലെയും ഭാരതത്തിലെയും ക്രിസ്ത്യാനികൾ കാണിക്കണം. കുപ്പായം ഇട്ടുകൊണ്ട് ആരെങ്കിലും ജൽപ്പിച്ചാൽ അതാണ് പരമമായ സത്യമെന്ന് വിചാരിച്ച് ഈ തെരുവിലെടുത്ത് ചാടരുത്. നിങ്ങളെ ദുരുപയോഗം ചെയ്ത് സ്ഥാപിത താല്പര്യങ്ങളുടെ സംരക്ഷണത്തിൻ്റെ കാലാൾപ്പടയായി ഉപയോഗിക്കാൻ വരുന്ന കുറുക്കന്മാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ കുതന്ത്രങ്ങൾക്ക് വിധേയമായി നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ മോശമാക്കരുത് എന്ന ഒരു എളിയ അഭ്യർത്ഥന ഏവരുമായി പങ്കിടുക മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ഏതാണ്ട് നിർവഹിച്ചു എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രദ്ധിച്ച ഏവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ